എന്നെ ആരും വെല്ലുവിളിക്കണ്ട. ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതുമില്ല. നാളെ എന്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിക്കോ. നിങ്ങൾ ഡിലീറ്റ് ആക്കൂ. 50 പേരെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ. എനിക്ക് ആരും വല്ലാക്കി നിങ്ങൾ. ഹലോ, നമസ്കാരം. ഷാജിദ ഷാജി ഇപ്പോൾ വെല്ലുവിളിയുമായിട്ട് വന്നിരിക്കുകയാണ്. തനിക്കെതിരെ വീഡിയോ ചെയ്ത ആളുകളുടെ എല്ലാ യൂട്യൂബ് ചാനലും താൻ പൂട്ടിക്കുമെന്ന് പറയുകയാണ്. കൂടാതെ ഇപ്പോൾ ഇതുപോലെ തന്നെ ഷാജിദയെ പോലെ തന്നെ 3 മക്കളെയും നോക്കി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് മജൂർ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് നേരെയും ഷാജിദ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. ഇത് ഇപ്പോൾ യൂട്യൂബിൽ വന്ന് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നാളെ എൻ്റെ ചാനലിൽ പോകും, 100 പേരെ കൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് എടുപ്പിക്കും എന്ന് അവർ വളരെ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് മറുഭാഗമായിട്ട് പല ആളുകളും പറയുന്നുണ്ട് ഷാജിദ ഷാജിയുടെ അഹങ്കാരമാണ്, അവർ അഹങ്കാരം പ്രവർത്തിക്കുകയാണെന്ന്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ആര് പറയുന്നതാണ് സത്യം, എന്താണ് സത്യം എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഈ യുവതി ഇപ്പോൾ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നാളെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കും, എന്നോട് അങ്ങനെ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്, ഞാൻ നല്ല ജീവിക്കുന്നത്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, എൻ്റെ 3 മക്കളെയും നോക്കുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീടാവണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പടച്ചോനെ മറന്നല്ല ഞാൻ ജീവിക്കുന്നത്, ദൈവത്തിനെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ആ യുവതി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ജീവിക്കുന്നത്, ഞാൻ വളരെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയല്ല, ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ വീടിനും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ അവർ പറയുകയാണ്. ഞാൻ ആരുടെ മുന്നിലും ആർഭാടം കാട്ടിയിട്ടില്ല, ഞാൻ അള്ളാഹുവിനെ മറന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ആ യുവതി വീണ്ടും പറഞ്ഞു വെക്കുകയാണ്. വളരെ കരഞ്ഞുകൊണ്ടുള്ള ഭാഷണ രീതിയാണത്. ആരുടെയും നെഞ്ചു ഉലയ്ക്കുന്ന രീതിയായിരുന്നു അത്. എന്തായാലും ഷാജിദ ഷാജിക്കെതിരെ പലരും വിമർശനം നടത്തുകയും റിയാക്ഷൻ വീഡിയോ ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ വളരെ ശക്തമായ വിമർശനമാണ് ഷാജിദ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഷാജിദ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് പുറത്തുവിട്ടത് ഷാജിദ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷാജിദ അതിൻ്റെ റിയാക്ഷൻ ഷാജിദ നേരിടുക തന്നെ ചെയ്യും. കാരണം ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു മറുവശം ഉണ്ടായിരിക്കും. ആ മറുവശം അറിയുമ്പോൾ അതിനും ആളുകൾ വെച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് വെറുതെ ചൊടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നം ആദ്യമായിട്ട് യൂട്യൂബിന് മുന്നിൽ പറഞ്ഞത്, തുറന്നു കാട്ടിയത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ മറുപുറം അല്ലെങ്കിൽ മറുവശം എന്തായാലും ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ നാത്തൂനെ വിളിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. അവരാണിതെല്ലാം യൂട്യൂബേഴ്സിന് പറഞ്ഞു കൊടുത്തത്, അവരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പ്രചരിപ്പിച്ചത്. അപ്പോൾ നിങ്ങളും മറുവശത്ത് നിങ്ങളും പറയുന്നുണ്ട്, അവരും പറയുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഇതിനിടയിൽ സാധു ജനങ്ങളായ ആളുകൾ ഇതിന് റിയാക്ട് ചെയ്തു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ ദ്രോഹിക്കുന്നത് തെറ്റല്ലേ?